നമസ്കാരം. എഴുത്തുകാരൻ VR സുധീഷ് നൽകിയ കേസിൽ MA ഷഹനാസിന് ജാമ്യമില്ലാ വാറണ്ട്. പോലീസിന്റെ കൺമുന്നിലുണ്ടായിരുന്നിട്ടും അറസ്റ്റ് ചെയ്യാത്ത സിഐക്ക് കോടതി മെമ്മോ നൽകിയിരിക്കുകയാണ്. സാഹിത്യ മീടു എന്ന പേരിൽ പ്രശസ്തമായ കോഴിക്കോട്ടെ ലൈംഗികാരോപണ കേസിൽ കോടതിയുടെ നിർണായകമായ ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മീടു ആരോപിതനായ എഴുത്തുകാരൻ VR സുധീഷ് നൽകിയ അപകീർത്തി കേസിൽ എഴുത്തുകാരിയും പ്രസാധകയുമായ MA ഷഹനാസിനെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കോടതി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഹാജരാക്കാത്തതെ തുടർന്നാണ് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി കർശനമായ നടപടി സ്വീകരിച്ചത്. പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ ബേപ്പൂർ SHOയ്ക്ക് കോടതി മെമ്മോ അയക്കുകയും ചെയ്തു. 2023 നടന്ന മീടു വെളിപ്പെടുത്തലിനെ തുടർന്നാണ് VR സുധീഷ് കോടതിയെ സമീപിച്ചത്. 2025 ജൂണിൽ ഷഹനാസിനെതിരെ കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു. തുടർന്ന് ഡിസംബർ 26 ജാമ്യമില്ലാ വാറണ്ടും പുറപ്പെടുവിച്ചു. എന്നാൽ പ്രതി പോലീസിന്റെ കൺമുന്നിൽ ഉണ്ടായിരുന്നിട്ട് പോലും അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങാത്ത സാഹചര്യത്തിലാണ് 2026 ഫെബ്രുവരി 5 സിഐക്ക് കോടതി മെമ്മോ നൽകിയത്. കേസുമായി വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തന്റെ തീരുമാനമെന്ന് VR സുധീഷ് വ്യക്തമാക്കി. തന്റെ സാമൂഹിക ജീവിതത്തിന് ദോഷകരമാകും വിധമാണ് യുവതി പരാമർശം നടത്തിയത് എന്നും ഇത് പിൻവലിച്ചുകൊണ്ട് മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയണമെന്നും സുധീഷ് ആവശ്യപ്പെട്ടിരുന്നു. നഷ്ടപരിഹാരമായി 25 ലക്ഷം രൂപ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുധീഷ് ഷഹനാസിന് വക്കീൽ നോട്ടീസ് അയച്ചു. സുധീഷ് ആരോപിതനായത് ഇങ്ങനെയാണ്: ലൈംഗിക അതിക്രമവും മോശം പെരുമാറ്റവുമാണ് VR സുധീഷിനെതിരെ ഷഹനാസ് ആരോപിച്ചത്. പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ട ജോലികൾക്കായി സുധീഷ് തന്നെ നിരന്തരം വീട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നുവെന്നും താൻ ഒറ്റയ്ക്ക് വരാൻ അദ്ദേഹം നിർബന്ധിച്ചിരുന്നതായും ഷഹനാസ് പറഞ്ഞു. ഷഹനാസിന്റെ ചിത്രം അനുവാദമില്ലാതെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. സുധീഷിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാത്തതിനെ തുടർന്ന് ഫോണിലൂടെയും അല്ലാതെയും ഭീഷണിപ്പെടുത്തിയതായും ഷഹനാസ് ആരോപിച്ചു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2022 ജൂൺ മാസത്തിൽ കോഴിക്കോട് വനിതാ പോലീസ് VR സുധീഷിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സ്ത്രീത്വത്തെ അപമാനിക്കൽ IPC 354A, പിന്തുടർന്ന് ശല്യം ചെയ്യൽ IPC 354D, ഭീഷണിപ്പെടുത്തൽ IPC 506 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. പിന്നീട് ഇദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. തന്റെ വെളിപ്പെടുത്തൽ ഒരു സാധാരണ മീറ്റു അല്ല എന്നും വർഷങ്ങളായി താൻ നേരിട്ട പീഡനത്തോടുള്ള സ്വാഭാവികമായ പ്രതികരണം മാത്രമാണ് എന്നുമാണ് ഷഹനാസ് അന്ന് വിശദീകരിച്ചത്. ഇത് തന്റെ മാത്രം പ്രശ്നമല്ല എന്നും സാഹിത്യ പ്രസാധന മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ് എന്നും അവർ പറഞ്ഞു. സുധീഷിനെതിരെ പരാതി നൽകിയതിനു ശേഷം തന്നെയും തന്റെ സ്ഥാപനമായ മക്ബത്ത് പബ്ലിക്കേഷനെയും തകർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും സോഷ്യൽ മീഡിയയിലൂടെ തനിക്കെതിരെ മോശം പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്നും അവർ ആരോപിച്ചു. ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് മുതിർന്ന സാഹിത്യകാരൻ സിവിക് ചന്ദ്രനും കവി ജയദേവനും ആരോപണ വിധേയരായത്. സിവിക് ചന്ദ്രൻ അഡ്മിനായ നില നടത്തം വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായിരുന്ന യുവതിയാണ് അതേ ഗ്രൂപ്പിൽ തന്നെ ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നത്. സിവിക് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചുവെന്നും ലൈംഗിക ബന്ധത്തിനായി പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചുവെന്നുമായിരുന്നു ആരോപണം. ഇതിന്റെ പേരിലുള്ള കേസ് ഇപ്പോഴും നടക്കുകയാണ്. അതിനിടെ കവി ജയദേവനും സുധീഷും കുറ്റാരോപിതരായതോടുകൂടി സാഹിത്യ മീടു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഇതിനെ ആഘോഷിച്ചു. സാംസ്കാരിക സംഘടനയായ സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചയാളാണ് MA ഷഹനാസ്. യൂത്ത് കോൺഗ്രസ് കേരള ഘടകത്തിന്റെ സാംസ്കാരിക സാഹിത്യ വിഭാഗം ചെയർപേഴ്സണായും അവർ പ്രവർത്തിച്ചിരുന്നു. ഷഹനാസ് അടുത്തിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. രാഹുൽ തനിക്ക് മോശമായ രീതിയിൽ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് എന്നും അതിന് തെളിവുണ്ട് എന്നും അവർ അവകാശപ്പെട്ടു. ഇതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അവർക്കെതിരെ 10 കോടി രൂപയുടെ മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു. ഈ തുക ഉപയോഗിച്ച് വീടില്ലാത്ത 100 പേർക്ക് വീട് വെച്ച് നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി ആരോപണങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് 2025 ഡിസംബറിൽ ഷഹനാസിനെ സംസ്കാര സാഹിതിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും നീക്കം ചെയ്തതായും വാർത്തകൾ വന്നിരുന്നു. രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കുന്നതിനെതിരെ താൻ മുൻപേ തന്നെ പാർട്ടി നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും എന്നാൽ അത് അവഗണിക്കപ്പെടുകയായിരുന്നുവെന്നുമാണ് ഷഹനാസ് പറഞ്ഞത്. MA ഷഹനാസിനെതിരെ മറ്റ് ഗൗരവകരമായ ആരോപണങ്ങൾ കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. 2014 കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ തനിക്ക് IAS ലഭിച്ചുവെന്ന് വിശ്വസിപ്പിച്ച് കോളേജ് അധികൃതരെ കൊണ്ട് അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുകയും സ്വീകരണം ഏറ്റുവാങ്ങുകയും ചെയ്തു എന്നതാണ് പ്രധാന ആരോപണം.
ഈ നേട്ടത്തിന്റെ പേരിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതായും സോഷ്യൽ മീഡിയയിൽ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. വ്യാജരേഖകൾ ചമയ്ക്കൽ, വ്യാജ സർക്കാർ ഐഡന്റിറ്റി കാർഡുകൾ നിർമ്മിക്കൽ, IAS ലഭിച്ചുവെന്ന് പറഞ്ഞ് കോളേജിനെ കബളിപ്പിക്കൽ എന്നീ കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ നിയാസ് മലബാരി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പാസ്പോർട്ടിലും ഡ്രൈവിംഗ് ലൈസൻസിലും ഗൂഗിൾ പേയിലും വ്യത്യസ്ത പേരുകൾ, അതായത് ഷഹനാസ്, പ്രിയ സിരീഷ് എന്നിങ്ങനെ ഉപയോഗിക്കുന്നതായും ഇതുവഴി ഷഹനാസിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ട് എന്നും പരാതിയിൽ ആരോപിക്കുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും തന്റെ എല്ലാ തിരിച്ചറിയൽ രേഖകളും നിയമപരമാണ് എന്നും ഷഹനാസ് പ്രതികരിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചതിനുള്ള പ്രതികാരമാണ് ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നത് എന്നാണ് അവരുടെ പക്ഷം.